പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാനും എൻ്റെ കുടുംബം മുഴുവൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിൻസി, ഇതെൻ്റെ ഭർത്താവ് ജോഷി, ഇതെൻ്റെ മൂത്ത മകൻ ജോൺ, ഇത് ജെറോം. 13/3/2021 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കൃപാസനെ കുറിച്ച് ആദ്യമായി കേട്ടത് എൻ്റെ അടുത്തുള്ളൊരു ലാറ്റിൻ ചർച്ചിൽ നിന്ന് ഒരു ബസ് പോകുന്നത് അറിഞ്ഞിട്ടാണ്. പക്ഷെ അന്ന് എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ 6 നിയോഗങ്ങൾ നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സാധിച്ച് കിട്ടും എന്നാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. അങ്ങനെ ഞാനും തീരുമാനിച്ചു ഉടമ്പടി എടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ 6 നിബന്ധനകളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഇത് ചിലപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നാളത് ഇങ്ങനെ ഉടമ്പടി എടുക്കാതിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഇപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇത്തിരി പ്രതികൂലമായപ്പോൾ ഉടമ്പടി അല്ലാതെ മറ്റു വഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ വചനങ്ങളൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് കിട്ടിയൊരു വചനമാണ് യോഹന്നാൻ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അപ്പം ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ ഈശോ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ വീണ്ടും വായിച്ചു നോക്കി, അധ്യായം മുഴുവൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈശോ ഉടമ്പടി എടുക്കാനായിരിക്കും എന്നോട് പറയുന്നതെന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തു. അങ്ങനെ ഉടമ്പടിയുടെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടിയിലെ ഏറ്റവും മെയിനായിട്ടുള്ള വചനം എന്ന് പറയുന്നത് അമ്മ ഈശോ പറയുന്നത് പോലെ ചെയ്യാനാണെന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ മാസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു. എല്ലാം നല്ലപോലെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-20 വർഷത്തോളമായി ആൾക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. അലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്മലും ജലദോഷം, ഡെയിലി എല്ലാ സമയവും ജലദോഷമായിരുന്നു. ഒരു വ്യത്യാസം, കുറേ മരുന്നുകളൊക്കെ കഴിച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നെയ്സൽ ഡ്രോപ്പ് ആൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നെയ്സൽ ഡ്രോപ്പ് ഉപയോഗിച്ച് അവസാനം ആൾക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് മൂക്കിൽ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരു 2 ആഴ്ചത്തോളം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ആ അസ്വസ്ഥതകളൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ചോദിച്ചപ്പോൾ ആളും ഇങ്ങനെ നോക്കുന്ന മാറിയല്ലോ എന്ന്. അങ്ങനെ അത് പിന്നെ പൂർണ്ണമായിട്ട് അതിന് സൗഖ്യം ലഭിച്ചു. പിന്നീട് ഒരിക്കലും അത് വന്നിട്ടില്ല. പിന്നീട് രണ്ടാമതായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നൊരു സംഭവമായിരുന്നു. അതായത് ഞാൻ ഒരു 6 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞങ്ങൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയിരുന്നത്. അപ്പോൾ ആൾ സ്കൂട്ടറിൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്ന സമയത്ത് ഒരു പിക്കപ്പ് വാൻ വന്ന് ഇടിച്ചു. അവിടുന്ന് കോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇടിച്ച വണ്ടിക്കാരൻ ആളെ ഹോസ്പിറ്റലിലേക്ക് ആക്കി. അപ്പോൾ ഞാനൊരു 7 മണി സമയത്ത് വിളിച്ചപ്പോൾ ആൾ ജോലി കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം ഒരു 8 മണിക്ക് വീട്ടിലെത്തേണ്ട ആളായിരുന്നു. ഒരു 8:30 ആയിട്ടും ഞാൻ വിളിച്ചു, കോളൊന്നും എടുക്കുന്നില്ല ആരും. അങ്ങനെ ഒരു ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ സമയത്ത് ഒരു ആൾ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾ ആരാ വിളിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈഫാണ്. ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ഫോണല്ലേ ഇത്, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ PRO ആണ് സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോള് പേടിക്കൊന്നും വേണ്ട, ചേട്ടനൊരു പതുക്കെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, വണ്ടിയൊന്നും മറിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ആളിപ്പോൾ ഹോസ്പിറ്റലുണ്ട്, മോള് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വന്നെങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രം എന്ന് പറയുന്നത് ആളൊരു കല്ലിൽ തട്ടിയിട്ട് വണ്ടി മറിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ വേറെ വണ്ടി ഇടിച്ചതാണെന്നോ ഒന്നും എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ടെൻഷനില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിക്കേണ്ട ഒരു ഇത് മാതാവ് എനിക്ക് വരുത്തിയില്ല. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ധൈര്യം മാതാവ് തന്ന ആ സമയത്ത്. അങ്ങനെ ആൾ പറഞ്ഞു വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അപ്പോൾ അമ്മേനോട് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ആളുടെ അവസ്ഥ വളരെ മോശമാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ആകെ പേടിച്ചു. പക്ഷെ അമ്മയ്ക്ക് പേടി എന്നെ കാണിക്കാനും പറ്റില്ല.
അമ്മ വേഗം പിടിച്ചിട്ട് എന്നോട് തന്നെ പറഞ്ഞു, അമ്മ മോള് ഒരു കാര്യം ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെയും ചേട്ടൻ്റെ അനിയനൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ MRIയും CT സ്കാനൊക്കെ ചെയ്തപ്പോൾ ആളുടെ തലയിൽ വെയിൻ പൊട്ടിയിട്ടുണ്ട്, നട്ടെല്ലിനും ക്ഷതങ്ങളുണ്ട്. അപ്പോൾ അവിടെ ന്യൂറോ സർജൻ ഇല്ലാത്ത കാരണം എത്ര വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവർ. തൃശ്ശൂരുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ സമയത്ത് എന്നെ ഒന്നും ഇവർ അറിയിച്ചിരുന്നില്ല. ഞാനിങ്ങനെ ഒരു ധൈര്യത്തിൽ മാതാവ് ഉണ്ടല്ലോ എന്നൊരു ധൈര്യത്തിൽ ഞാനങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ ജൂബിലി മിഷനിൽ കൊണ്ടുപോയി. ആ സമയത്ത് അവിടെ ന്യൂറോ സർജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ആൾക്ക് വലിയ സ്കോപ്പൊന്നും തോന്നുന്നില്ല, കാരണം ആളുടെ കണ്ണിലേക്ക് ടോർച്ചൊന്നും അടിച്ചിട്ടൊരു റിയാക്ഷനൊന്നും കാണുന്നില്ല ആൾക്ക്. അപ്പോൾ ഏതായാലും മെയിൻ ഡോക്ടർ നാളെ കാലത്ത് വരും, അപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് അവർ വെൻറ്റിലേറ്ററിലാക്കി. അത് കഴിഞ്ഞ് എന്നോട് എൻ്റെ ചേച്ചിക്ക് ഇവർക്കൊക്കെ പറയണമെന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറയണമെന്നുണ്ട്, കാരണം ഞാൻ മാത്രം അന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഉറങ്ങിയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ഉറക്കത്തിൽ നിന്ന് എനിക്കണില്ല, ഉറക്കം തിന്ന് തെളിയാനായിട്ട് ബോധം വരാനായിട്ടൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ക്ഷീണം കൊണ്ട് ഉറങ്ങിയായിരിക്കും, രാത്രി സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, മാതാവിൻ്റെ ലോക്കറ്റൊക്കെ പിടിച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുഴുവൻ നേരം ചൊല്ലി. പിന്നെ തൈലുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എൻ്റെ നെറ്റിയിൽ പുരട്ടിയിട്ട് ചേട്ടൻ്റെ നെറ്റിയാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ പുരട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ നാളെ കാലത്താവുമ്പോഴേക്കും എൻ്റെ ചേട്ടൻ ഓർമ്മ വരണം കേട്ടോ എന്ന് പറഞ്ഞു. ആൾ ഉറക്കത്തിൽ നിന്ന് എണീക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടി പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൻ്റെ പാട് പോലും ഇല്ലാണ്ട് എൻ്റെ ചേട്ടൻ രക്ഷപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഇങ്ങനെ ഇത്ര വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ വായിൽ ആ സമയത്ത് വന്നൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ പോലും പാടില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം കാലത്തായപ്പോൾ ആൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഡോക്ടർ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആൾക്ക് ഓർമ്മ കിട്ടിയാൽ തന്നെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല, ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ആൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ആൾക്ക് തലയിൽ ഒരു വെയിൻ പൊട്ടിയിട്ടുള്ളത് കാരണം തലയിലും ഓപ്പറേഷൻ വേണം, നട്ടെല്ലിന് പരിക്കുള്ളതുകൊണ്ട് അവിടെയും ഓപ്പറേഷനൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കാലത്ത് ഓർമ്മ വീണപ്പോൾ ഡോക്ടർമാർ ആളോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ഡീറ്റെയിൽസും ആളുടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അനീത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ആളെ കാണിച്ചു കൊടുത്തപ്പോൾ ആളെയും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓർമ്മയ്ക്കൊന്നും പ്രശ്നമില്ല ആൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആളെ വെൻറ്റിലേറ്ററിൽ മാറ്റി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു മാസമെങ്കിലും നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആളുടെ റിക്കവറിയൊക്കെ പെട്ടെന്നായി. അങ്ങനെ ഡോക്ടർ പിന്നെ പറഞ്ഞിരുന്ന സർജറികളൊക്കെ മാറ്റി, തലയിൽ ബ്ലഡ് ക്ലോട്ടായതൊക്കെ നമുക്ക് മരുന്ന് മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ സർജറി മാറി. പിന്നെ തണ്ടലുണ്ടായിരുന്നത് ഒരു സ്ക്രാച്ചാണ്, അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല, അപ്പോൾ അതുകൊണ്ട് ബെഡ് റെസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഓപ്പറേഷനുകളും മാറ്റി. അങ്ങനെ 5 ദിവസം കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആളെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഒരു ബെഡ് റെസ്റ്റ് മാത്രം 6 ആഴ്ച ഒരു ബെഡ് റെസ്റ്റ് മാത്രമേ ആൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ആൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 7 മാസത്തിലേക്ക് കടന്നു എൻ്റെ പ്രഗ്നൻസി. അങ്ങനെ അപ്പോൾ ആൾ വീട്ടിൽ വന്നപ്പോൾ നടക്കാനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അപ്പോൾ ആളുടെ കൂടെ ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് ആളുടെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം പോക്ക് തുടങ്ങി, ഇങ്ങനെ ഡിസ്ചാർജ് വരാൻ തുടങ്ങി. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഞാൻ അമ്മയും കൂടെ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തായാലും വന്നല്ലേ സ്കാനിങ് കഴിഞ്ഞിട്ട് പോയാൽ മതി, എങ്ങനെ എന്താ ഡിസ്ചാർജ് പോകണമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിറ്റേ ദിവസം സ്കാനിങ് ചെയ്തു. അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ വേറെ ബേബിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനിയും പോകണമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ മോള് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം ഇപ്പോൾ വീണ്ടും എനിക്ക് ഡിസ്ചാർജ് പോയി തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ മോള് പോകണ്ട, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നമുക്ക്. അപ്പോൾ ഡോക്ടറുടെ ഒരു മനസ്സിലെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എൻ്റെ സിസേറിയൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല. ഡോക്ടറിൻ്റെ മോളൊരു കാര്യം ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇപ്പോൾ NICUവിൽ അധികം സൗകര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ബേബി പെട്ടെന്ന് തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിവിടെ കിടത്താൻ പറ്റില്ല,
അപ്പോൾ മോൾ തൊട്ടടുത്തുള്ളൊരു ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, കൊടുങ്ങല്ലൂരുള്ള ഒരു ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ രാത്രി തന്നെ എന്നെ അമ്മയും ബില്ല് പോലും അടയ്ക്കാണ്ട് തൊട്ടടുത്തുള്ള ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി. അപ്പോൾ ബില്ലൊന്നും അടയ്ക്കാൻ നിൽക്കണ്ട, ഇത്തിരി സീരിയസ് ആണ് മോൾ, വേഗം പൊക്കോ എന്ന് പറഞ്ഞു. ആ സമയത്തും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലോക്കറ്റ് പിടിച്ച്, മാതാവേ നേരത്തെ തന്നെ ബേബി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ NIC ഒക്കെ ആയിട്ട് ഒരുപാട് പൈസ വേണ്ടി വരും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബേബി ഉണ്ടായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മ ഉണ്ണീശോയെ പ്രസവിക്കാൻ കാലമായപ്പോഴാണ് ഉണ്ണിയെ പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ എനിക്കും മാസം തികഞ്ഞ് തന്നെ പ്രസവിക്കണം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ കയ്യിൽ ഈ വെള്ളം ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് അമ്നോട്ടിക് ഫ്ലൂയിഡൊന്നുമല്ല, വജൈനയിൽ നിന്നുള്ളൊരു വേസ്റ്റ് വാട്ടറാണ്, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് സിസേറിയൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും എന്നെ അനോമിനൽ സ്കാൻ ചെയ്തു. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, മോൾക്ക് അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിട്ടാണ് കാണുന്നത്, സാധാരണ നോർമലിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ 2 പോസിബിലിറ്റിയാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ കുട്ടിക്ക് ഷുഗർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മുറിച്ചുണ്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുറിച്ചുണ്ട് എന്നുള്ള കാര്യം ഞാൻ കേട്ടില്ല, ഷുഗർ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഷുഗർ അല്ലേ, കുറച്ച് കഴിയുമ്പോൾ മരുന്നൊക്കെ കൊടുത്താൽ മാറുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ഇതായി. ഈ മുറിച്ചുണ്ടിൻ്റെ കാര്യം ഞാൻ കേട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു ഞാൻ കേൾക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഉണ്ടായില്ല. ഷുഗർ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ ആ സമയത്തും മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും എന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ മുറിച്ചുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ അനോമൽ സ്കാൻ ചെയ്യണ സമയത്ത് ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി കുട്ടിക്ക് എന്ത് വൈകല്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഉത്തരവാദിയല്ല, നേരത്തെ നിങ്ങൾ ചെയ്ത ഹോസ്പിറ്റലിൽ പറയേണ്ടതായിരുന്നു, അവർ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് മാത്രം അവർ പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് ഇങ്ങനെ കുരിശ് വരച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ, പക്ഷേ ഇങ്ങനെ മുറിച്ചുകൊണ്ടിൻ്റെ കാര്യം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നെ ഡോക്ടർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഫ്ലൂയിഡൊക്കെ നോക്കിയപ്പോൾ സ്കാനിങ്ങിൽ ഫ്ലൂയിഡ് നോർമലായി, സാധാരണ ഒരു ആൾക്കുണ്ടാവുന്ന ഫ്ലൂയിഡ് മാത്രമായി എനിക്ക്. അങ്ങനെ അത് മാതാവ് വീണ്ടും എന്നെ രക്ഷിച്ചു. അപ്പോൾ സ്കാനിങ്ങിന് മുമ്പായിട്ട് ഞാൻ തൈലെ പറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഫ്ലൂയിഡിൻ്റെ കാര്യം നോർമലായി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വയറിൻ്റെ മസിലുകളൊക്കെ ലൂസായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് വയറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കുക്കറിൻ്റെ വെയിറ്റ് പോലും എടുക്കരുത്, കാരണം ഈ ഫ്ലൂയിഡ് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ എന്നോട് 37ാമത്തെ ആഴ്ച ഫസ്റ്റിൽ തന്നെ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 37ാമത്തെ ആഴ്ച ഞങ്ങൾ ചെന്ന സമയത്ത് അന്ന് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ RT-PCR ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വരുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്കും അമ്മയ്ക്കും കൊറോണ പോസിറ്റീവ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, സിസേറിയൻ ചെയ്യാൻ പറ്റില്ല, ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും 1 ആഴ്ച കഴിഞ്ഞു, 38ാമത്തെ ആഴ്ച. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ പോലെ തന്നെ പ്രസവിക്കാൻ സമയമായപ്പോൾ തന്നെ 38 ആഴ്ചയും തികഞ്ഞിട്ട് തന്നെയാണ് എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പ്രസവിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഉണ്ണിക്ക് 3 കിലോ വെയിറ്റ് വേണമെന്ന്. അതുപോലെ ഉണ്ണിക്ക് 3 കിലോ വെയിറ്റോട് കൂടി തന്നെയാണ് അവൻ പ്രസവിച്ചത്. പിന്നെ എൻ്റെ മൂത്ത മകന് അവന് സംസാരം ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ നാവിൻ്റെ അടിയിൽ ഒരു കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡെൻ്റൽ ചെക്കപ്പിലാണ് അത് മനസ്സിലായത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അങ്ങനെ തൈലം പറ്റി പ്രാർത്ഥിച്ചിരുന്നു അവൻ്റെ സംസാരം ക്ലിയർ ആവാനായിട്ട്. അങ്ങനെ അതും ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതും ഇല്ലാതെ മാതാവ് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ ജീവിതത്തിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി അടുത്തായിരുന്നെങ്കിലും ഞാൻ പലപ്പോഴും കുർബാനയൊക്കെ മുടക്കുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ വന്ന ശേഷം അതെൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് കൊടുത്തേക്കണ ഒരു ഇതാണെന്നുള്ളൊരു രീതിയിൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് തന്നെ എനിക്ക് പോകാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അതുപോലെ കുടുംബ പ്രാർത്ഥനയായാലും കുമ്പസാരായാലും ഒക്കെ ഒരുപാട് വളർച്ച ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനാഥാലയത്തിൽ പോവും, അവിടെ അമ്മമാരൊക്കെ ശുശ്രൂഷിക്കും. ഈശോയെ അറിയാത്ത അമ്മമാർക്കൊക്കെ അവരെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ ഓരോ വീടുകളിലേക്ക് ഞങ്ങളിങ്ങനെ ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ബസ് സ്റ്റാൻഡുകളിലും മറ്റേ ചുമട്ട് തൊഴിലാളികളുടെ അടുത്തും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും വീടുകളിലും എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്.
ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ. അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 62 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജിൻസി ജോഷി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ 2 പ്രധാന അനുഭവങ്ങളാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തേത് ജീവിത പങ്കാളിക്കുണ്ടായ ഒരു അപകടം. അത് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പോറൽ പോലും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലും സൗഖ്യത്തിലും തിരികെ തരുവാൻ വേണ്ടി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നിയോഗത്തെ അമ്മ മാതാവ് അത്ഭുതകരമായി സമയച്ചുരുക്കത്തിൽ യാതൊരു ക്ലേശങ്ങളുമില്ലാതെ, ഓപ്പറേഷനുകളൊന്നുമില്ലാതെ, ഡോക്ടർമാർ ആദ്യം പറഞ്ഞ എല്ലാ ഗൗരവതരമായ അവസ്ഥകളെയും പിന്നിട്ടുകൊണ്ട് വേഗത്തിൽ സൗഖ്യത്തിലേക്കും സാധാരണ ജീവിതത്തിലേക്കും സഹോദരനെ മടക്കിക്കൊണ്ട് വന്നു എന്നതാണ് മകളുടെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തത്, മകളുടെ 7-ാം മാസം എത്തുമ്പോൾ അത് ഫ്ലൂയിഡ് പോകുന്നതും അത് ഗുരുതരമായ രോഗക്ലേശങ്ങളിലേക്ക് മകളെ മാറ്റുന്നതും, ഉദരത്തിലുള്ള കുഞ്ഞിന് ഗുരുതരമായ രോഗക്ലേശങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ച വിഷയത്തെയുമാണ്. അപ്പോഴും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് സമയത്ത് കുഞ്ഞിനെ പ്രസവിച്ചതുപോലെ എനിക്കും പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടി സഹായം തരണമേ എന്ന് മകൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാണെങ്കിലും പിന്നീട് കോവിഡ് പോസിറ്റീവായതുകൊണ്ട് ഒരാഴ്ച കൂടി പ്രസവം നീട്ടിവെക്കുകയും അതിലൂടെ പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിനെ പ്രസവിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മൾക്കെപ്പോഴും ദൈവസന്നിധിയിൽ ഒരു പിടുത്തം തരുന്നുണ്ട്. ദൈവത്തോട് സംസാരിക്കാൻ നമുക്കൊരു ആത്മബലം തരുന്നു. ദൈവത്തോട് നമുക്ക് ഇടപഴകുവാൻ പറ്റുന്ന ഒരു ചാനൽ ഉടമ്പടിയിലൂടെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ അപരിചിതരല്ല. ദൈവത്തിന് സ്വന്തമാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടി ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു ബന്ധം ഉടമ്പടിയിലൂടെ നമുക്ക് അമ്മ മാതാവിനോടും യേശുവിനോടും ചേരുകയാണ്. അതാണ് മകളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആപത്ത് വരുന്ന നിമിഷമൊക്കെയും അമ്മയോട് സംസാരിക്കുവാനും ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുവാനും പറ്റുന്നുണ്ട്. ആദ്യത്തത്, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ ആരോഗ്യത്തോടും സൗഖ്യത്തോടും തരണമെന്നാണ് നിയോഗത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ പോലും ഇല്ലാതെ, പോറൽ പോലും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തിലും സൗഖ്യത്തിലും ജീവിത പങ്കാളിയെ തിരികെ കിട്ടുന്നു. രണ്ടാമത്തതിൽ മകൾ സൂചിപ്പിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തി. അമ്മ മാതാവ് ഉണ്ണിയെ പ്രസവിച്ചതുപോലെ പ്രസവിക്കുവാൻ എനിക്ക് അമ്മ സാഹചര്യം ഒരുക്കിത്തരണമെന്നാണ് പറയുന്നത്. 7-ാം മാസം മുതൽ തുടങ്ങിയ ആ ക്ലേശകരമായ കാലം 9-ാം മാസം 37-ാം ആഴ്ച വരെയും അത് പിന്നിട്ടുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞ് പ്രസവിക്കുവാൻ തക്കവിധം സഹോദരിയെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ തികവിലും അമ്മയിൽ ആശ്രയിച്ചുള്ള ശരണപ്പെടലിലുമാണ് ഒരു നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് അമ്മ നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നത് കാണാൻ പറ്റും. കാരണം എത്ര കണ്ട് നാം ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഉറച്ച് വിശ്വസിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, അമ്മ കൂടെ നിൽക്കണമേ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരു അമ്മയുടെ ശക്തിയും സാന്നിധ്യവും സംരക്ഷണവും ഒരുപോലെ നമുക്ക് അനുഭവിക്കുന്നത് അറിയുവാൻ പറ്റും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവയ്ക്കുന്നത്. അത് സങ്കീർത്തനം 23:4 നമ്മൾ വായിക്കുന്നത് പോലെ തന്നെയാണ്. മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ല, അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ല, അവിടുത്തെ ചെങ്കോലും ദണ്ടും എന്നെ ആശ്വസിപ്പിക്കും. ഈ സാക്ഷ്യപത്രത്തിൽ മകൾ ഏറ്റവും മകളെ സ്വാധീനിച്ച വചനമായി എഴുതിയിരിക്കുന്നത് ഈ സങ്കീർത്തനം 23:4 കാരണം അത്ര കണ്ട് ആകുലതകളിലൂടെ മരണഭയത്തിലൂടെ പോയ നാളുകളിൽ കൂടെയുള്ളത് അമ്മയാണെന്നും അമ്മ തിരുക്കുമാരനോട് പറഞ്ഞാൽ അത് ജീവിതത്തിൽ അനുഗ്രഹമാകുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ആ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് എന്താണോ ആവശ്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും അത് അനുഗ്രഹമായി ലഭിച്ചുവെന്ന് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നതും. നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ശരണപ്പെട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത് അനുഗ്രഹമായി തീരുന്നത് അനുഭവിക്കുവാൻ അമ്മയും തിരുക്കുമാരനും നമ്മളെ സഹായിക്കും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക്
അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.